ഈ വീഡിയോ കാണും മുൻപ് ഒരു മുന്നറിയിപ്പുണ്ട്. ചുറ്റും നടക്കുന്നതാണെങ്കിൽ പോലും ഇത് കുട്ടികൾക്കുള്ളതല്ല. കനേഡിയൻ റാപ്പറുടെ പുത്തൻ മ്യൂസിക് വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ. ക്രിയേറ്റിവിറ്റി അല്പം അതിര് കടന്നു എന്നാണ് സംശയം. കാളിദേവിയുടെ വേഷം, അർദ്ധനഗ്നയായി കയ്യിൽ കുരിശ്, ലൈംഗിക ചേഷ്ടകൾ. ഇന്ത്യൻ വംശജയായ കനേഡിയൻ റാപ്പർ ടോമി ജെനസിന്റെ പുതിയ മ്യൂസിക് വീഡിയോ ട്രൂ ബ്ലൂ ഹിന്ദു ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയതിന് പ്രതിഷേധമുയരുകയാണ്. താരത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ജെനസിസ് എന്ന ആൽബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പാട്ടാണ് ട്രൂ ബ്ലൂ. ഇതിൽ കനേഡിയൻ റാപ്പറും മോഡലുമായ ഇന്ത്യൻ വംശജയായ ടോമി കാളിദേവിയോട് സാദൃശ്യം തോന്നും വിധം വേഷത്തിൽ കയ്യിൽ കുരിശും പിടിച്ച അർദ്ധനഗ്നയായാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പാട്ടിനിടെ ടോമി കുരിശിൽ നക്കുകയും കൈകൂപ്പുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ടോമി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ട്രൂ ബ്ലൂവിന്റെ ദൃശ്യങ്ങൾ മതവികാരം വ്രണപ്പെടുത്തിയതിന് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മ്യൂസിക് വീഡിയോയെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേപോലെയാണ് വിമർശിക്കുന്നത്. ജെനസിസ് യാസ്മിൻ മോഹൻരാജ് എന്ന ടോമി ജെനസിസ് കാനഡയിൽ ഒരു മലയാളി, തമിഴ്, സ്വീഡിഷ് കുടുംബത്തിലാണ് ജനിച്ചത്. ടോമിയുടെ പിതാവ് മോഹൻരാജ് ചെറുപ്പത്തിൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയ ഒരു തമിഴ് മലയാളി ക്രിസ്ത്യാനിയുമാണ്. ടോമി ജെനസിന്റെ അമ്മ സ്വീഡിഷ് വംശജയാണ്. വരികളുടെ പ്രമേയം ലൈംഗികതയുമായും ലിംഗഭേദവുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ സംഗീതം പലപ്പോഴും പ്രകോപനപരമാണെന്ന് മുദ്രകുത്തപ്പെടുന്നു. ലിംഗഭേദം, ഐഡന്റിറ്റി, ലൈംഗികത തുടങ്ങിയ തീമുകൾ പര്യവേക്ഷണം ചെയ്യുന്ന പ്രകോപനപരമായ സംഗീതത്തിന് ടോമി അറിയപ്പെടുന്നു. പലപ്പോഴും സ്വയം ഒരു ഫെറ്റിഷ് റാപ്പർ എന്ന് വിശേഷിപ്പിക്കുന്നു. 2016 ഡാസറ്റ് മാഗസിൻ അവരെ ദ ഇന്റർനെറ്റ്സ് മോസ്റ്റ് റെബലിയസ് അണ്ടർഗ്രൗണ്ട് റാപ്പ് ക്വീൻ, ഇന്റർനെറ്റിലെ ഏറ്റവും വിമതയായ അണ്ടർഗ്രൗണ്ട് റാപ്പ് രാജ്ഞി എന്ന് മുദ്രകുത്തിയതോടെ അവർ അണ്ടർഗ്രൗണ്ട് റാപ്പ് രംഗത്ത് പ്രശസ്തി നേടുകയായിരുന്നു. റാപ്പർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ കമന്റ് ഇങ്ങനെയാണ്: തമിഴ്, മലയാളി, ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള ടോമി ജെനസിസ് തന്റെ ട്രൂ ബ്ലൂ വീഡിയോയിൽ ഹിന്ദു ചിഹ്നങ്ങളെ പരിഹസിക്കുന്നത് ഞെട്ടിക്കുന്നു. ഇത് കലയല്ല, സാംസ്കാരിക അപമാനമാണ്, വ്യക്തവും ലജ്ജയില്ലാത്തതുമാണ്. മറ്റൊന്ന്, ബ്രോ, ഞാനൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ വളരെ അസ്വസ്ഥത തോന്നി. സ്വാധീനത്തിനായി മറ്റു മതങ്ങളുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും പരിഹസിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഭ്രാന്തമായ ഭാഗം എന്തെന്നാൽ ടോമി ജെനസിസ് ഒരു ഇന്ത്യക്കാരിയാണ്. പാട്ടും സംഗീതവും വളരെ ഭയാനകമാണ്, മറ്റൊരാൾ എഴുതി. ഇത് ദൈവനിന്ദയാണ്. ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ആരും എതിർക്കില്ലെന്ന് അവർക്കറിയാം എന്ന് മറ്റു ചിലർ കമന്റ് ചെയ്തു. വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് നെറ്റിസൻസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ട്രൂ ബ്ലൂ എന്ന പുതിയ ട്രാക്കിലെ അവരുടെ കഥാപാത്രത്തെ പോസ്റ്റുകളിൽ ഫ്രീക്ക് ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പൂർവികർ പുരോഹിതന്മാരായിരുന്നു. അവരുടെ അച്ഛൻ ഒരു മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനിയാണ്. അതിനാൽ ഹിന്ദുക്കൾ തന്റെ പിതാവിനോട് പെരുമാറിയ രീതിയിൽ അവർക്ക് വിദ്വേഷമുണ്ട്. കൂടാതെ അവർ ഒരു ക്വീർ ആയതിനാൽ പള്ളിയിൽ അവരെ അനുവദിക്കുന്നില്ല. അത് കാരണം ക്രിസ്ത്യാനികളോടും അവർക്ക് ദേഷ്യമുണ്ട്. രണ്ട് മതങ്ങളെയും പരിഹസിച്ചുകൊണ്ടാണ് അവർ ഈ വീഡിയോ നിർമ്മിച്ചത്. ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ്: ഓഫീസ് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ തിരഞ്ഞെടുപ്പുകളെ ന്യായീകരിക്കുന്നതിനിടെ ട്രൂ ബ്ലൂ എന്നത് തങ്ങളുടെ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന് ജെനസിസ് പരാമർശിച്ചു. പുതിയ മ്യൂസിക് വീഡിയോയെക്കുറിച്ചുള്ള സമ്മിശ്ര വികാരങ്ങളോ വിമർശനങ്ങളോ തന്നെ അലട്ടുന്നില്ലെന്നും ടോമി വ്യക്തമാക്കി. കാനഡയിലെ വാൻകൂവറിലാണ് ഇന്ത്യൻ വംശജയായ റാപ്പർ ജനിച്ചത്. സംഗീത ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ടോമി എമിലി കാർ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് ആൻഡ് ഡിസൈനിൽ നിന്ന് ഫിലിം ആൻഡ് സ്കൾപ്ചറിൽ ബിരുദം നേടി. 2010 തുടക്കത്തിൽ ജെനസിസ് സംഗീതം സൃഷ്ടിക്കാൻ തുടങ്ങി. 2013 ജെനസിസ് എന്ന പ്രൊജക്ടിനായി റാപ്പ് റെക്കോർഡ് ചെയ്യാനും തുടങ്ങി. പിന്നീട് അവർ ഓഫുൾ റെക്കോർഡ്സുമായി ഒപ്പുവെച്ചു. വേൾഡ് വിഷൻ എന്ന ആദ്യ മിക്സ് ടേപ്പും പുറത്തിറക്കി.